അതിർത്തി സമാധാനത്തിലേക്ക് എത്തുകയാണ്. അതെല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന വിവരമാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ സമാധാനത്തിൻ്റെതാണ്. ഇന്നലെ വരെ അവിടെ നിന്ന് ഷെല്ലുകൾ വന്നു വീണതിൻ്റെയും ഷെല്ലുകൾ വന്നു പതിച്ചതിൻ്റെയും ഒക്കെ കാഴ്ചയാണെങ്കിൽ ഇന്ന് അവശിഷ്ടങ്ങൾ അതുപോലെ ഉണ്ട്. പക്ഷേ നാട് പഴയതുപോലെ ജനജീവിതം സാധാരണഗതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ബി ബാലഗോപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ബാലു ഇപ്പോൾ അതിർത്തിയിൽ ഏത് മേഖലയിലാണ്? രാവിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമം 0 പോയിന്റിൽ എത്തി. ഇന്ത്യ പാക് അതിർത്തിക്ക് സമീപത്ത് ആളുകൾ മടങ്ങിയെത്തി. അവരുമായൊക്കെ സംസാരിച്ചു ബാലു. അവരും ആശങ്കയിലൊക്കെയാണ് എങ്കിലും സമാധാനം വന്നതിൻ്റെ ഒരു സന്തോഷം അവരുടെ മുഖത്തും പ്രകടമായിരുന്നു. ബാലുവിൻ്റെ മുഖത്തും അത് പ്രകടമായിരുന്നു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. എല്ലാവരുടെ ആ പേടിയും ഒക്കെ മാറുന്നുണ്ടോ? അക്ഷയ, രതീഷ, ഞാൻ ഈ ജമ്മുവിൻ്റെ ഈ വിവിധ ഈ ഇൻ്റർനാഷണൽ ബോർഡറിന് സമീപത്തുള്ള വിവിധ ഗ്രാമങ്ങളിലൂടെ അതിൻ്റെ സഞ്ചാരമായിരുന്നു ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച്. അങ്ങനെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങളുടെ ഒരു പൾസ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ പ്രധാനമായും പറയേണ്ട ഒരു കാര്യം, നേരത്തെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർക്കുണ്ടായിരിക്കുന്ന വലിയൊരു ആശ്വാസം. പലരും ഏത് സമയത്തേക്കാണ് ഈ ബങ്കറുകളിലേക്ക് ഓടേണ്ടത് എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്ന് ഇപ്പോൾ അല്പം ആശ്വാസം അവർക്കൊക്കെ ഉണ്ട്. പക്ഷേ സംസാരിക്കുന്നവരൊക്കെ പറയുന്നത് ഇത് അമേരിക്ക ഇടപെട്ടാലും ആരിടപെട്ടാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാനെ അധികകാലം വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. പാകിസ്ഥാൻ ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ അവരുടെ ഈ യഥാർത്ഥ സ്വഭാവം കാണിക്കുമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഞാൻ ഇവിടങ്ങളിലൊക്കെ ഈ പ്രായമായ ആൾക്കാരുടെ അടുത്തൊക്കെയാണ്, കാരണം കൂടുതലും പ്രായമായ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഈ ഗ്രാമങ്ങളിലുള്ള. അതിനൊരു കാരണമുണ്ട്. കാരണം ചെറുപ്പക്കാരും കുട്ടികളെയൊക്കെ ഇവർ സംഘർഷം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് മടക്കി അയച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ ഭൂരിഭാഗം നമ്മളിങ്ങനെ ഈ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ കൂടുതലും കാണാൻ വേണ്ടി കഴിയുന്നത് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഈ അവരുടെ ഈ വളർത്തുമൃഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി കഴിയാത്തതിനാലാണ് അവരവിടെ തന്നെ കഴിഞ്ഞിരുന്നത്. അവരൊക്കെ പറയുന്നത് 1970-കളിലും 80-കളിലും 90-കളിലും ഒക്കെ ഇതുപോലെ പലതവണ പാകിസ്ഥാൻ ഈ തിരിച്ചടി നേരിടുമ്പോൾ 2 അടി പിന്നോട്ട് വയ്ക്കും. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പക്ഷേ അവർക്ക് സമയം വരുമ്പോൾ അവർ ഭീകരവാദം വീണ്ടും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്നതാണ്. പക്ഷേ എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. ഈ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ഈ പാകിസ്ഥാൻ്റെ ഈ ഷെല്ലിംഗ് ഒക്കെ എന്തുമാത്രം ദുരിതമാണ് ഇവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാൻ. ഞാൻ അല്പസമയം മുമ്പ് പോയിരുന്ന ഒരു ഗ്രാമത്തിൽ ഈ പൊട്ടാത്ത ഷെല്ലുകളൊക്കെ കാണാമായിരുന്നു. അതിൽ ഒരെണ്ണം നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നു. അതുപോലത്തെ നിരവധി ആയുധങ്ങളാണ്, ഈ ഗുണനിലവാരമില്ലാത്ത പാകിസ്ഥാൻ്റെ ആയുധങ്ങളിലാണ് അവരിങ്ങോട്ടൊക്കെ ഈ തൊടുത്തു വിട്ടിരുന്നത്. അതിൽ പലതും പൊട്ടാതെയൊക്കെ കിടപ്പുണ്ട്. അതിപ്പോഴും ആ മേഖലകളിലൊക്കെ ഉള്ളവർക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ സംഘർഷത്തിന് അയവ് വന്ന സാഹചര്യത്തിൽ സൈന്യവും BSF ഒക്കെ അത്തരം ആയുധങ്ങളൊക്കെ അവിടെ നിന്ന് വെടിക്കോപ്പുകളൊക്കെ ഉടൻ തന്നെ മാറ്റുമെന്നാണ് അവർ കരുതുന്നത്. പൊതുവെ ജനങ്ങൾക്ക് ഇടയിൽ ഒരു ആത്മവിശ്വാസമുണ്ട്, ആശ്വാസമുണ്ട്. വൈകാതെ തന്നെ അടുത്ത 1-2 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ മടങ്ങി വരും. പഴയ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് അവരുടെ പൊതുവായിട്ടുള്ള ഒരു പ്രതീക്ഷ.